നമ്മൾ ഇന്ന് ചെയ്യുന്നത് പഫ് സ്റ്റിച്ചിൻ്റെ ഫ്ലവറാണ് കേട്ടോ. അതിന് ആദ്യം മാജിക് റിങ് ഇട്ട് കൊടുക്കുകയാണ്. മാജിക് റിങ് ഇട്ട് കൊടുക്കുക, ഒരു ചെയിൻ ഇടുക, എന്നിട്ട് ഒരു 11 സിംഗിൾ ക്രോഷ്യ, ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇടുന്ന ഈ ഒരു ചെയിന് ഒരു സിംഗിൾ ക്രോഷ്യ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ബാക്കി 11 സിംഗിൾ ക്രോഷ്യ നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ലെവൻ സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ മാജിക് റിങ്ങിൻ്റെ ടൈ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇട്ട സിംഗിൾ ക്രോഷ്യ ഉണ്ട്, ഫസ്റ്റ് ഇട്ട ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി പഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 3 ചെയിൻ ഇട്ടു. സെയിം സ്പേസിലേക്ക്, സെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 3 ചെയിൻ ഇട്ടതിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഹുക്ക് ഇട്ട് കൊടുത്ത് യാൺ ഓവർ ചെയ്ത് യാണിനെ ആ സെയിം സ്പേസിൽ ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ 3 ചെയിനിൻ്റെ ഒപ്പം ആ ലൂപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഹുക്കിലുള്ള ലൂപ്സിനെ 3 ചെയിനിൻ്റെ ഹൈറ്റിനൊപ്പം ഒന്ന് ബാലൻസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്കിട്ട് യാൺ ഓവർ ചെയ്ത് യാണിനെ എടുക്കുക. വീണ്ടും ഹൈറ്റ് ബാലൻസ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെ 3 പ്രാവശ്യം ഒരു ഹോളിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ഹുക്കിട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിട്ട് കൊടുത്ത് യാൺ ഓവർ ചെയ്ത് യാണിനെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം നെക്സ്റ്റ് സ്റ്റിച്ചിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈറ്റ് ഓരോ പ്രാവശ്യം യാൺ എടുക്കുമ്പോഴും ഹൈറ്റ് ബാലൻസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്സിൻ്റെ എല്ലാം ഉള്ളിലൂടെ യാണിനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് എടുക്കുക. ഒട്ടും ടൈറ്റ് ചെയ്ത് വലിക്കരുത്, മെല്ലെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് എടുക്കുക. ഒരു ചെയിൻ ഇടുമ്പോൾ നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ആവും. ഇനി എന്ത് ചെയ്യുക, 3 ചെയിൻ വീണ്ടും ഇട്ട് കൊടുക്കുക. 2 3 ചെയിൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. വീണ്ടും 3 ചെയിൻ ഇടുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത അതേ സ്പേസിൽ യാൺ ഓവർ ചെയ്യുക, ഹുക്കിട്ട് യാണിനെ വലിക്കുക. ഓരോ പ്രാവശ്യവും യാൺ എടുക്കുമ്പോഴും ഹൈറ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ഒരു സ്റ്റിച്ചിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് ഹുക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം നെക്സ്റ്റ് സ്റ്റിച്ചിലും റിപ്പീറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൂപ്സിൻ്റെ എല്ലാം ഹൈറ്റ് ഒരേ ലെവലിലാക്കുക കേട്ടോ. യാണിനെ പുറത്തേക്ക് എടുത്തു. ഫസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഈ ചെയിൻ ഇടുന്ന നമ്മുടെ പഫ് സ്റ്റിച്ച് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട്. വീണ്ടും 2 3 ചെയിൻ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം.
3 ചെയിൻ ഇട്ടു, യാൺ ഓവർ ചെയ്തു. ചെയിൻ്റെ താഴെ നമ്മൾ ആ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത സ്പേസിൽ ഹുക്ക് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ടൈം 3 പ്രാവശ്യം ഒരു സ്റ്റിച്ചിൽ ചെയ്താൽ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാണ് കേട്ടോ. 3 പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ നമ്മുടെ പഫ് സ്റ്റിച്ചിൻ്റെ ഫ്ലവർ. ഇതുപോലെയാണ് നമുക്ക് പെറ്റൽസ് കിട്ടുക. ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ട് വരാം. ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് ഫ്ലവർ കിട്ടുക. ടോട്ടൽ 6 പെറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഈ പഫ് സ്റ്റിച്ചിനെ ഒന്ന് കൈ വെച്ചിട്ട് നേരെ ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് തെള്ളി കൊടുക്കുക. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് തെള്ളി കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കും. ഇനി കുട്ടികളുടെ ഫ്രോക്കിലോ ഹെഡ് ബാൻഡായിട്ടോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ സെൻറ്ററിലെ ഹോള് വലുതാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ടൈ പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവും കേട്ടോ.